ഹേ ഹായ് ഗൈസ്, ഇതെൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ ഞാനിന്ന് ഫുൾ മാപ്പ് കളിക്കുന്നൊരു വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് എൽ ഷേപ്പ് വീടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയാണ്, കൂടെ ടീംമേറ്റും ഉണ്ട്. ഇവിടെ വല്ല എനിമി ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ഇല്ല, കണ്ടിട്ട് എനിമിയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു UMP ആണ് കിട്ടിയത്. ടീംമേറ്റിനാണ് M60 കിട്ടി. അപ്പോൾ ഞാനാണെങ്കിൽ ആ താഴത്ത് പെട്ടി തുറക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനാണ് ഓടിപ്പോയി തുറക്കാൻ പോകുന്നത്. കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കാർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ അവൻ്റെ കൂടെയൊക്കെ പോകാമെന്ന് ചോദിച്ചാൽ അവൻ്റെ കൂടെ പോയി. അവിടുന്ന് നേരെ ഞാൻ എൻ്റെ ടീംമേറ്റുമായിട്ട് ആ സ്ട്രിപ്പിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തേക്ക് പോയി. അവിടെ ഒരുത്തനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അവനങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ആണെന്ന് അവനെ കുത്തി പിടിച്ചൊന്ന് ഇടാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനങ്ങ് നോക്കായി. പിന്നെ എനിക്ക് ബുള്ളറ്റ് തീർന്നു സ്കാറിൻ്റെ. അതുകൊണ്ട് UMP കൊണ്ട് അങ്ങ് ഫിനിഷായിരുന്നു. നോക്കിയപ്പോൾ അത് ലൂട്ടാന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ടീംമേറ്റ് രണ്ടുപേരും ചത്തുപോയി. മറ്റേവനാണെങ്കിൽ റിവൈവ് വെക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഞാൻ മുമ്പേ വന്നുകൊണ്ട് ലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി ഫ്രണ്ടിലായിട്ട് ഒരുത്തനാണെങ്കിൽ അവിടെ ഒന്ന് എത്തി നോക്കിയിട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. ഞാൻ പോയിക്കൊണ്ടിട്ട് പയ്യെ അവനെ അടിക്കാമെന്ന് ചോദിച്ചു ചെന്നപ്പോൾ അവനെ കാണുന്നില്ല. ഞാൻ ഓടി ചെന്ന് അകത്തോട്ട് റഷ് ചെയ്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് വന്നു. എന്നിട്ട് അവനെ ബാഗ് കൊണ്ട് കുത്തിപ്പിടിച്ച് കൊന്നു കളഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ ടീംമേറ്റാണ് അവനെ ഓടി വന്ന് കണ്ട്. അവനാണെങ്കിൽ അവനെ കുത്തിപ്പിടിച്ച് അങ്ങ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണെങ്കിൽ എന്നിട്ട് അവൻ എന്നെ റിവൈവ് ചെയ്യാൻ പോയിട്ടാണ് റിവൈവ് ചെയ്ത് വിട്ടു ഗൈസ്. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പോയിട്ട് ലൂട്ട് അടിച്ചിട്ട് ടീംമേറ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്നതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ടീംമേറ്റ് നോക്കായി കിടപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് M16 കൊണ്ട് കുത്തിപ്പിടിച്ചൊരു നോക്കം കിട്ടും. അപ്പോൾ ഞാൻ അവിടുത്തെ ആദ്യത്തെ കില്ല് ഫിനിഷാക്കാൻ വേണ്ടി UMP കൊണ്ട് ആദ്യത്തെ ഒരു കില്ല് ഫിനിഷ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ കില്ലും ഫിനിഷ് ചെയ്ത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു നോക്കം കിടപ്പുണ്ടായിരുന്നു. അവളെയും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്ത്. അതിനകത്തുനിന്നാണെങ്കിൽ എനിക്കൊരു ലെവൽ 3 M16 കിട്ടി. ആ സമയം കൊണ്ട് ടീംമേറ്റ്സ് ആണെങ്കിൽ ഓർസണൽക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അവന്മാർ ഇവിടെ ലൂട്ടിട്ട് അപ്പുറത്തോട് കയറി. ഇനി ഇവിടുന്ന് ലൂട്ട് അടിച്ചിട്ട് ടീംമേറ്റ്സിൻ്റെ കൂടെ പോകണം. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് AR എടുത്തിട്ട് ടീംമേറ്റിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗൈസ് ലോങ്ങിക്കോട്ട് എടുത്താൻ പോകുന്നുണ്ട്. അവൻ M16 കൊണ്ട് നല്ല ഡാം കൊടുത്തു. ഇനി നമുക്ക് അവനെ റഷ് ചെയ്തെടുക്കാം ഗൈസ്. അവൻ ആ ഹൊറിസോണിൻ്റെ ഭാഗത്തോട്ടേക്കാണ് പോയത്. അവൻ പാറയുടെ പുറകെ കവർ ചെയ്തിരിക്കുക ഗൈസ്. ഗൈസ്, അവൻ പാറയുടെ പുറകെ നിന്ന് ഓടി ഹൊറിസോണിൻ്റെ പുറകെ പോയി കവർ ചെയ്തിരിക്കാൻ നോക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് അവനെ പോയി റഷ് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി അവൻ ഇങ്ങോട്ട് റഷ് ചെയ്യുമ്പോൾ എടുക്കാം ഗൈസ്. അവൻ അപ്പുറത്തെ സൈഡിലായിട്ടിരിപ്പുണ്ട്. അവൻ ഇങ്ങോട്ട് ഓടി പോകുന്നത്. അവനെ നമുക്ക് കിടിലാൻ പോലത്തെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ സമയത്ത് അവൻ അവിടെ ദിമിത്രി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ടീംമേറ്റിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ ടീംമേറ്റിൻ്റെ അടുത്തായിട്ട് എനിമി ഉണ്ടായിരുന്നു. ആ ഹൊറിസോണിൻ്റെ ഭാഗത്തായിട്ടാണ്. ഞാൻ അവിടെ ഒരു എനിമിയെ കൊണ്ട് അവരെയാണെങ്കിൽ കുത്തിപ്പിടിച്ച് നല്ല ഡാം കൊടുത്തു. അപ്പോഴത്തേക്കാണ് ടീംമേറ്റാണ് ഗുമ്മി ഗൈസ്. കണ്ടോ, നിങ്ങൾ കണ്ടോ ഗുമ്മി. പിന്നെ നോക്കിയപ്പോൾ അവൻ്റെ ടീംമേറ്റാണ് ഇങ്ങോട്ടാണ് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നത്. അവനെ M60 കൊണ്ട് കുത്തിപ്പിടിച്ച് നോക്കാൻ കിട്ടും. നല്ലൊരു കിടിലം പൊടുത്ത് നോക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ടീംമേറ്റിൻ്റെ അടുത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ലോഞ്ച് പാട്ട് ഇട്ട് പോകാൻ നോക്കിയപ്പോൾ ഞാനാണെങ്കിൽ M16 കൊണ്ട് കുത്തിപ്പിടിച്ച് അങ്ങ് നോക്കിയിട്ട് ഫിനിഷ് ചെയ്തതാണ്. അവിടെ നിന്ന് ഞാനാണ് എൻ്റെ ടീംമേറ്റിൻ്റെ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ടീംമേറ്റാണ് താഴെ എടുത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. അവനെ ഞാനാണ് കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ ടീംമേറ്റാണ് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ ലൂട്ട് ബോക്സ് ലൂട്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഒരു സ്കാർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്കാർ എടുത്ത് ഇനി കളിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ അവിടെ നിന്ന് ടീംമേറ്റ് സപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ ഒരുത്തിയാണെങ്കിൽ സൂപ്പർ റിവൈവ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല ഡാം കൊടുത്തായിരുന്നു. ഞാൻ റഷ് ചെയ്തപ്പോൾ അവളാണ് എന്നെ തോംസൺ കൊണ്ട് നോക്കിട്ട് ഗൈസ്. അപ്പോഴത്തേക്ക് എൻ്റെ ടീംമേറ്റ് അവളെ നോക്കിട്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടീംമേറ്റ് എന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി ഞാനിവിടെ നിന്ന് നേരെ പോയി എൽ ഷേപ്പിൻ്റെ വണ്ടക്ക് കയറിയിട്ടൊന്ന് മെഡ് അടിക്കാം. കാരണം ഏത് സൈഡിൽ നിന്നെങ്കിലും അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഞാൻ മെഡ് അടിക്കട്ടെ ഗൈസ്. താഴത്തുനിന്നൊക്കെയാണെങ്കിൽ ഫുഡ് സ്റ്റെപ്പൊക്കെ കേൾക്കുന്നുണ്ട്. താഴത്താണെങ്കിൽ ഇപ്പോഴാണ് വേണ്ടത്. ടീംമേറ്റിനാണെങ്കിൽ അവിടെ നോക്കായി കിടപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് അവനെ പോയി റിവൈവ് ചെയ്യാം ഗൈസ്. ഞാൻ അവനെ റിവൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരുത്തൻ വെളിയിലോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് നല്ല ഫൈറ്റ് കാരണം ഞാൻ അകത്തോട്ട് പോയി നോക്കിയപ്പോൾ ഒരുത്തൻ നോക്കായിട്ടുണ്ട് ടീംമേറ്റ്. അപ്പോൾ അവന്മാർക്ക് നല്ല ഡാം കൊടുത്തു. അവനാണെങ്കിൽ ഗ്ലൂ ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇടാമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പുറത്തും ഗ്ലൂ ഇട്ട്. ടീംമേറ്റാണെങ്കിൽ നല്ല ഡാമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ സൈഡിലായിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അതിലേക്കൂടെ MP40 കൊണ്ട് ഒരുത്തനെ അങ്ങനെ നോക്കിയിട്ട് അവനെ ഫിനിഷ് ചെയ്ത് ചാടി ഒരുത്തനെ അങ്ങ് ഫിനിഷ് ചെയ്തു. പിന്നെ മണ്ടയ്ക്കോട് എടുത്താൻ പോയിട്ടുണ്ടായിരുന്നു. അവനെയും കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് ഫ്രഷ് ചെയ്ത് കയറി അവനെയും കൂടെ കുത്തിപ്പിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടീമിലുള്ള 3 പേര്, അതായത് ഞങ്ങൾ 3 പേരും പിന്നെ വേറൊരുത്തനും കൂടെ ഉള്ളായിരുന്നു. ഇനി അവനെ എടുക്കാൻ വേണ്ടി പോകാം ഗൈസ്. അവൻ താഴത്തായിട്ടാണ് ഉള്ളത്. അവൻ തന്നെ അങ്ങോട്ട് ഓടിപ്പോകുന്ന ആ ഒരു വെൻഡിങ് മിസൈലിൻ്റെ അടുത്തോട്ടായിട്ട്. എനിക്കൊന്ന് റിവൈവ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇനി അവനെ എടുക്കാം ഗൈസ്. അവൻ്റെ ടീമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടു ഗൈസ്. അവനാണ് സോണിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ടീമേറ്റ് 3 പേര് റഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി അവനെ പോയി എടുക്കാം. അവനെ സോണിൻ്റെ അകത്തോട്ട് ടീമേറ്റ് എല്ലാവരും പോകുന്നുണ്ട്. ആ നോക്കിയപ്പോൾ മണ്ടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഗൈസ്. അത് നോക്കിയപ്പോൾ ഈ അകത്തുള്ള സോണിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡാമാണ്. ഇനി അകത്ത് പോയി മെട്ടടിക്കണം ഗൈസ്. നല്ല രീതിക്ക് ഡാമൊക്കെ ഉണ്ട്. എനിക്ക് ഡാമും കാര്യങ്ങളൊക്കെ.
HP ഫുള്ളാക്കിയിട്ട് പിന്നെ ഞാൻ എടുക്കാമെന്ന് നോക്കിയപ്പോൾ ടീമേറ്റ് ഒക്കെ നോക്കാവുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അവിടെ ഒരുത്തനുണ്ടായിരുന്നു. ഇനി അവനെ പോയി റഷ് ചെയ്യാൻ കഴിച്ചു. അതാണ് അവൻ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് കണ്ടത് അവിടെ 2 പേരുണ്ടായിരുന്നു. എന്നെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. നേരത്തെ ഞങ്ങൾ 3 പേരായിരുന്നു. ഇപ്പോൾ അവൻ്റെ കൂടുതലുള്ളവർ 3 പേര്. എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ സോണിൻ്റെ നിന്ന് ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വേറെത്താണെങ്കിൽ അവിടെ ആയിട്ട് പറഞ്ഞിറങ്ങുന്നത്. ഇവനാണെങ്കിൽ സോണ്ട് നോക്കി നിന്ന് ഫൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അകത്ത് ഒരുത്തനുണ്ട്. ഇവനാണെങ്കിൽ എടുക്കാൻ വേണ്ടി നോക്കുക. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവനാണെങ്കിൽ മെഡ് പഠിക്കുന്നില്ല. സോണിനകത്താണെങ്കിൽ ചുമ്മാ കുത്തിയിരിക്കുക. പൈസ എന്താ ചെയ്തെന്ന് അറിയാം. അവനെയും കൊന്നു കൈ. അപ്പം നോക്കിയപ്പോൾ ലാസ്റ്റ് ഇനി ഒരുത്തൻ മാത്രമേ ഉള്ളൂ എൻ്റെ ടീമിൽ. അപ്പുറത്താണെങ്കിൽ 2 പേരുമായി. അവൻ മുയ്യ എടുക്കുകയോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവൻ ഞങ്ങൾക്ക് പറഞ്ഞറിയാതെ ഉള്ളു. അവനധികം ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല കൈസ്. നോക്കാം, മുയ്യ എടുക്കുകയോ ഇല്ലയെന്ന് നോക്കാം. പക്ഷെ 2 പേരുണ്ട്. ഇവിടെ സ്കില്ലുള്ളതുകൊണ്ട് പിന്നെ വണ്ടിയിൽ നിന്ന് അടിയൊന്നും കിട്ടുന്നൊന്നുമില്ല കൈസ്. നോക്കാം. ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ പോക്കറ്റ് മാർക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. MP5 ഒക്കെ വാങ്ങിക്കുന്നു. അതിൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ അവന്മാർ അടിച്ച് നല്ല രീതിക്ക് പൊട്ടി. അങ്ങനെ നല്ല ഡാമൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത വീഡിയോ വരെ.